Hello, good evening, guys. Good evening. Happy Christmas. Hello, happy Christmas. Hello, guys. Happy Christmas. Yes. Hello. Hello, guys. Okay, special offer now or never need UG. Okay, buy get 6 months subscription today, 1 month extra. 18 months subscription today, 2 month extra. This is offer valid only for plus subscription. And use my referral code, then 10% offer will be there. My referral code is DRIF07. Okay, and ഓൾസോ അതുപോലെ EMI ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അത് അവൈലബിൾ ആണ്. നിങ്ങൾ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് എൻറോൾ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ എല്ലാ ബുധനാഴ്ച നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളെ ബെസ്റ്റ് ഫാക്കൽറ്റീസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസിന്റെ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം. വെനസ്ഡേ അവർ നിങ്ങളുടെ മുമ്പിൽ ലൈവ് റെക്കോർഡഡ് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് സെഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ പറയാനുള്ളത് നാളെ ഡിസംബർ 26 2 PM ഓൺവേർഡ്സ് നമുക്ക് അക്കാദമി ആപ്പിൽ നമുക്ക് എക്സാംസ് നടക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാം ആണ്, മോക്ക് ടെസ്റ്റ് എക്സാം ആണ്. മെനി റിവാർഡ്സ് ആർ അവൈറ്റിംഗ് യു ഗൈസ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ആ ടെസ്റ്റിൽ പോയിട്ട് അപ്കമിംഗ് സെഷൻസ് ഉണ്ട്. അതിൽ ഡിസംബർ 26 പോയിട്ട് എന്റെ കോഡ് വെച്ചിട്ട് എൻറോൾ ചെയ്യുക DRIF07. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുപോലെ ഒരുപാട് എക്സാംസ് ആണ് നമ്മൾ അക്കാദമി ആപ്പിൽ നടക്കുന്നത്. അപ്പൊ അറിയാതെ പോകരുത് മക്കളെ, കേട്ടല്ലോ. ക്രിസ്മസ് വേളയിൽ ഞാൻ നിങ്ങളെ വെറുപ്പിക്കില്ല. ഇപ്പൊ ക്രിസ്മസ് നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു സ്റ്റഡീസ്. നിങ്ങൾ അടുത്തത് ന്യൂ ഇയറിന് വെയിറ്റ് ചെയ്യാണോ? അപ്പൊ 2022 നല്ലൊരു വർഷമാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നാളെയുടെ ഡോക്ടേഴ്സ് ആവാനുള്ള മക്കളാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? +2 സെഷനിൽ നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ ആണ് അല്ലേ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് MCQs കാര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ മക്കളും ആരോഗ്യമുള്ള ആൾക്കാരാണോ? ആരോഗ്യവാനാണോ? അല്ലെങ്കിൽ ആരോഗ്യവതിയാണോ? എപ്പോഴാണ് ഒരു മനുഷ്യൻ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാന്നൊക്കെ പറയാം? ഒന്ന് കമന്റ് ചെയ്തേ. എപ്പോഴാണ് ഒരു മനുഷ്യൻ ആരോഗ്യം ഉള്ള ആളാണെന്ന് പറയാം? ഇപ്പൊ എനിക്കൊരു അസുഖവും ഇല്ല, ഞാൻ ആരോഗ്യമുള്ള ആളാന്ന് പറയാൻ പറ്റുമോ? അതായത് ഹെൽത്തിന് WHO ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചതല്ലേ? എന്താ WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവർ കൊടുത്തിരിക്കുന്ന ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി എ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഒരാളെ അസുഖം വെച്ചിട്ട് മാത്രമല്ല ഹെൽത്തി ആണോന്ന് പറയാം. ഫിസിക്കൽ സ്റ്റാറ്റസ് ഇല്ല, ഫിസിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, മെന്റലി സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ സമൂഹത്തിലേക്ക് ഇടപഴകുന്ന ഒരാളായിരിക്കണം. സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അപ്പൊ ഹെൽത്തിന്റെ ഡെഫിനേഷൻ കൊടുക്കുന്നത് WHO ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് MCQ റിലേറ്റഡ്സ് ആണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അവിടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണല്ലോ. ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരെന്താ? അസുഖം ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ എന്താ വിളിക്കുക? യെസ്, പ്ലീസ് കമന്റ്. ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന് നമ്മൾ എന്താ വിളിക്കുക? വെരി ഇമ്പോർട്ടന്റ് MCQ ഗൈസ്. ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന് നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ് അതിന്റെ പേര്? യെസ്, കറക്റ്റ് ആണ്. ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെ നമ്മൾ പാത്തജൻ എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക? പാത്തജൻ. ഈ പാത്തജൻ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, പ്രോട്ടോസോവയാവാം, പിന്നെ വേംസ്, ഹെൽമിന്തും ആവാം കേട്ടോ. ഇപ്പൊ ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പാത്തജൻ. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണല്ലോ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് 9 ഇൻഫെക്ഷ്യസ് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. 9 എന്താ ഇൻഫെക്ഷ്യസ് ഡിസോർഡർ? പകരുന്ന അസുഖല്ലേ, വിച്ച് ഈസ് ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, വേറാസ് നോൺ ഇൻഫെക്ഷ്യസോ വിച്ച് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ്, അല്ലെ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്ന നോൺ ഇൻഫെക്ഷ്യസ് ഡിസോർഡർ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്യാൻസർ. പക്ഷെ നമ്മളിപ്പം ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് ഇൻഫെക്ഷ്യസ് ഡിസോർഡർ ഡീറ്റെയിൽ ആയിട്ടല്ല, അതിന്റെ പാത്തജൻസ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇൻഫെക്ഷൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് 9 ഇൻഫെക്ഷ്യസ് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ആ പഠിക്കാനുള്ളതിൽ വൈറൽ ഡിസോർഡേഴ്സ് ഉണ്ട്, ബാക്ടീരിയൽ ഡിസോർഡേഴ്സ് ഉണ്ട്, ഫംഗൽ ഡിസോർഡേഴ്സ് ഉണ്ട്, പ്രോട്ടോസോവൻ ഡിസോർഡേഴ്സ് ഉണ്ട്, അതുപോലെ ഹെൽമിന്തിക് ഇൻഫെക്ഷൻസും പഠിക്കാനുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ MCQ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് തവണ നീറ്റ് എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ള 9 എണ്ണത്തിൽ 2 എണ്ണം വൈറൽ ഡിസോർഡർ ആണ്.
ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 2 ബാക്ടീരിയൽ ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്, ഒരൊറ്റ ഫംഗൽ ഡിസോർഡർ പഠിക്കാനുള്ളത്, പ്രോട്ടോസോവൻ ഡിസോർഡർ 2 പഠിക്കാനുണ്ട്, ഹെൽമിന്തിക് ഡിസോർഡേഴ്സ് 2 പഠിക്കാനുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇൻഫെക്ഷൻ, അതിന്റെ പാത്തജന്റെ പേര് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നിങ്ങൾ ഇതിനെ അല്ലെ നിസ്സാരമായിട്ട് കാണരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ടോപ്പിക്, കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമുക്ക് പഠിക്കാനുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഏതാ നോക്കാം കേട്ടോ. ഓക്കെ, സോ ഗൈസ്, ഏതാണ് നമുക്ക് പഠിക്കാനുള്ള വൈറൽ ഇൻഫെക്ഷൻ? ഒന്നാമത്തതാണ് ജലദോഷം. ജലദോഷം വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ജലദോഷത്തിന് ജലദോഷം ഈ ജലദോഷത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക? യെസ് അല്ലേ, ഒന്നാമത്തെ വൈറൽ അസുഖമാണ് കോമൺ കോൾഡ്. കോമൺ കോൾഡ് എന്ന് പറഞ്ഞ ജലദോഷം എന്ന് പറഞ്ഞ അസുഖം ഒരു വൈറസ് ആണ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് അറിയൂലേ? ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. എന്താണ് ആ വൈറസിന്റെ പേര്? കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന പകർത്തുന്ന വൈറസിന്റെ പേരാണ്, മൂക്ക് നമ്മൾ റൈനോ എന്നല്ലേ വിളിക്കുക, റൈനോ വൈറസ്. അപ്പൊ പകരുന്ന അസുഖമാണ് ജലദോഷം. അപ്പൊ കോമൺ കോൾഡിന്റെ കോസറ്റീവ് ഏജന്റ് പാത്തജന്റെ പേരെന്താ? എന്തോ വൈറസ്, റൈനോ വൈറസ്. എന്ത് വൈറസ് എന്നാണ് നമ്മൾ വിളിക്കുക? റൈനോ വൈറസ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്ത് വൈറസ് എന്നാണ് വിളിക്കുക? റൈനോ വൈറസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻഫെക്ഷ്യസ് ഡിസോർഡർ വൈറസിൽ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ പഠിക്കാനുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോൾഡ് എയ്ഡ്സ്. അസുഖത്തിന്റെ പേര് എയ്ഡ്സ് എന്ന. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ആ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് വൈറസ് ആണല്ലോ. എന്താണ് ആ വൈറസിന്റെ പേര്? പ്ലീസ് കമന്റ്. എന്താണ് എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസിന് പറയാ? യെസ് ഗൈസ്, കറക്റ്റ് ആൻസർ. യെസ്, ദാറ്റ് ഈസ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. മാറിപ്പോവരുതേ, അസുഖത്തിന്റെ പേര് എയ്ഡ്സും അത് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ്, അത് പകർത്തുന്ന വൈറസിന്റെ പേരാണ് HIV. മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, ഡിസീസിന്റെ പേര് എയ്ഡ്സും കോസറ്റീവ് ഏജന്റിന്റെ പേര് HIV ആണ്. മാറിപ്പോവരുത്. ഈ 2 വൈറൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് ഏതാ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്? ഇപ്പൊ ഇതിന്റെ കോസറ്റീവ് ഏജന്റ് ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, MCQ ചോദിക്കാറുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്ന് നമ്മൾ കൂടിയ പനി, ഹൈ ഗ്രേഡ് ഫീവറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതാണ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. എന്താ ബാക്ടീരിയന്റെ പേര്? സാൽമൊനെല്ല ടൈഫി ട്ടോ. ആ ബാക്ടീരിയന്റെ പേരാണ് സാൽമൊനെല്ല ടൈഫി. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയന്റെ പേരാണ് സാൽമൊനെല്ല ടൈഫി. ആരമൊനെല്ല ടൈഫി, സാൽമൊനെല്ല ടൈഫി. ടൈഫി മ്യൂറിയം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, രണ്ടാമത്തതാണ് നിങ്ങൾ കൊറോണ റിലേറ്റഡ് സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് കേട്ടിട്ടുണ്ടാവും, ന്യൂമോണിയ അല്ലെ. ന്യൂമോണിയ മെയിൻ ആയിട്ട് ബാക്ടീരിയൽ കോസ് ആയിട്ടാണ് പറയാറ്. ഓക്കെ, വൈറൽ ന്യൂമോണിയ ഉണ്ട്. ന്യൂമോണിയ മെയിൻ ആയിട്ട് 2 ബാക്ടീരിയാസ് ആണ് ന്യൂമോണിയന്റെ കോസറ്റീവ് ഏജന്റ്. ലങ്സിനെ എഫക്ട് ചെയ്യുന്നല്ലേ, ലങ്സിന്റെ ആൽവളിനെ എഫക്ട് ചെയ്യുന്ന ഡിസോർഡർ അല്ലേ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ബാക്ടീരിയന്റെ പേരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. രണ്ടാമത്തെ ബാക്ടീരിയന്റെ പേരെന്താണെന്നറിയോ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. HAE എന്നുണ്ട് കേട്ടോ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. അപ്പൊ 2 ബാക്ടീരിയ ന്യൂമോണിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്നുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലോജിക് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ കോമൺ കോൾഡ് ന്യൂമോണിയയും തമ്മിലുള്ള വ്യത്യാസം എന്താ? കോമൺ കോൾഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ബാധിക്കുക, ലങ്സിലേക്കൊന്നും എത്തിക്കാറില്ല. പക്ഷെ ന്യൂമോണിയ ആൽവിയോളിനെയാണ് ബാധിക്കുക. ആൽവിയോളെ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് എന്നല്ലേ പഠിച്ചിട്ടുണ്ടാവുക, ഇല്ലേ, കേട്ടിട്ടില്ലേ? അപ്പം ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ന്യൂമോണിയ ബാധിക്കും. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആണെങ്കിൽ അത് കോമൺ കോൾഡ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ആണെങ്കിൽ ന്യൂമോണിയ. അതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ 2 ബാക്ടീരിയൽ കോസറ്റീവ് ഏജന്റിന്റെ പേരുകൾ പഠിച്ചേ പറ്റുള്ളൂ. ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്ന ബാക്ടീരിയന്റെ പേരെന്താ? സാൽമൊനെല്ല ടൈഫി. എന്താണ്? സാൽമൊനെല്ല ടൈഫി. ന്യൂമോണിയ ഉണ്ടാക്കുന്ന 2 ബാക്ടീരിയന്റെ പേരോ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. എന്താണ് മക്കളെ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഓക്കെ, ഇനി നമുക്ക് ഫംഗൽ ഡിസോർഡർ ഒറ്റൊന്ന് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. അതാണ് മലയാളത്തിൽ നമ്മൾ വട്ടച്ചൊറി എന്ന് വിളിക്കാറുണ്ട്. വട്ടച്ചൊറിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക? റിംഗ് വേം ഡിസോർഡർ. റിംഗ് വേം, വട്ടത്തിലുള്ള ചൊറി ആയിരിക്കും അല്ലെ, സ്കിന്നിലൊക്കെ ഇങ്ങനെ വട്ടത്തിലുള്ള ചൊറി, ഇങ്ങനെ ലീഷൻ വരിക. ഓക്കെ, വട്ടച്ചൊറി റിംഗ് വേം ഡിസോർഡർ എന്നാ വിളിക്കുക. ആ റിംഗ് വേം ഡിസോർഡർ ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ് അത് പരത്തുന്നത്. ആ ഫംഗസ് 3 ഫംഗസ് ഉണ്ട്, അതിന്റെ ഷോർട്ട് ഫോം ആണ് മെറ്റ്. അപ്പൊ റിംഗ് വേം ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് നിങ്ങൾ ഷോർട്ട് ഫോമിൽ ആലോചിച്ചാൽ മതി, അങ്ങനെ പഠിച്ചാൽ മതി, മെറ്റ്. ഓക്കെ, ഇപ്പൊ റിംഗ് വേം ഡിസോർഡർ ഉണ്ടാക്കുന്ന ഫംഗസ്
മെറ്റാണ് കേട്ടോ, മെറ്റ്, നോട്ട് മുറ്റ്, മെറ്റ്. എന്താ എം? എം എന്ന് വെച്ചാൽ ഒരു ഫംഗസ് ആണ്. ആ ഫംഗസിന്റെ പേരാണ് മൈക്രോസ്പോറം. മൈക്രോസ്പോറം. ഇ എന്ന് വെച്ചാൽ അടുത്തൊരു ഫംഗസ് ആണ് എപ്പിഡെർമോഫൈറ്റോൺ. എപ്പിഡെർമോഫൈറ്റോൺ. ടി എന്ന് വെച്ചാൽ അടുത്തൊരു ഫംഗസ് ആണ്, അതാണ് ട്രൈക്കോഫൈറ്റോൺ. ട്രൈക്കോഫൈറ്റോൺ. ഓക്കെ, അപ്പൊ മെറ്റ് എന്ന് പറഞ്ഞ ഫംഗസ് ആണ് വട്ടച്ചൊറി ഉണ്ടാക്കുന്നത്. അപ്പൊ വട്ടച്ചൊറി ഉണ്ടാക്കുന്ന 3 ഫംഗസ് ഏതൊക്കെയാണ്? മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ, ട്രൈക്കോഫൈറ്റോൺ. ഓക്കെ ഗൈസ്, ഇനി പ്രോട്ടോസോവൻ ഡിസോർഡർ. പ്രോട്ടോസോവൻ ഡിസോർഡർ നമുക്ക് 2 ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തതാണ് മലമ്പനി. മലമ്പനിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ മലേറിയ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എന്തേരിയ? മലേറിയ. മലേറിയന്റെ കോസറ്റീവ് ഏജന്റ് എന്താണ്? ഒരു പ്രോട്ടോസോവയാണ്. ആ പ്രോട്ടോസോവന്റെ പേരാണ് പ്ലാസ്മോഡിയം. അല്ലെ, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. മലേറിയ എം, പ്ലാസ്മോഡിയം പി, എം പി. പ്ലാസ്മോഡിയത്തിന്റെ 4 സ്പീഷീസ് NCERT നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഓവെയിൽ, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഈ 4 സ്പീഷീസിൽ ഏറ്റവും ഡേഞ്ചറസ് ഏതാണെന്നറിയോ? പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഈ 4 സ്പീഷീസിൽ, പ്ലാസ്മോഡിയത്തിന്റെ 4 സ്പീഷീസിൽ ഏറ്റവും ഡേഞ്ചറസ് ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. വിച്ച് കോസസ് സെറിബ്രൽ മലേറിയ, മാലിഗ്നന്റ് മലേറിയ. ഉടനടി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആൾ മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോട്ടോസോവൻ ഡിസോർഡർ നമുക്ക് പഠിക്കാനുള്ളതാണ് അമീബിയാസിസ്. മലയാളത്തിൽ വയറ് കടി എന്നൊക്കെ വിളിക്കും. അമീബിയാസിസ്. അമീബിയാസിസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവന്റെ പേരെന്താ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ആരമീബ ഹിസ്റ്റോളിറ്റിക്ക, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. കേട്ടോ? ഓക്കെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞ പ്രോട്ടോസോവയാണ്, ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞ പ്രോട്ടോസോവയാണ് അമീബിയാസിസ് ഉണ്ടാക്കുന്നത്. ആരമീബ, എൻഡമീബ. നിങ്ങൾക്ക് നിങ്ങളെ അമീബ, എനിക്ക് എന്റെ അമീബ. കേട്ടോ? അപ്പൊ അമീബിയാസിസ് ഒരു പ്രോട്ടോസോവൻ ഡിസോർഡർ ആണ്, ലാർജ് ഇൻഡസ്ട്രീനെ എഫക്ട് ചെയ്യുന്ന. ആ പ്രോട്ടോസോവൻ ഏജന്റിന്റെ പേരെന്താ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അപ്പൊ 7 ആയില്ലേ? ഇനി വിരകളെ കൊണ്ട്, വേംസിനെ കൊണ്ട് അസുഖങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് വിരശല്യം. വിരശല്യത്തിനെ നമ്മള് ഇംഗ്ലീഷില് അസ്കാരിയാസിസ് എന്നാണ് വിളിക്കുക. ആ അസ്കാരിയാസിസ് ഉണ്ടാക്കുന്ന ഹെൽമിന്തിക് ഏജന്റ്, ആ വേമിന്റെ പേരാണ് അസ്കാരിസ്. അസുഖത്തിന്റെ പേര് അസ്കാരിയാസിസ്. അതുണ്ടാക്കുന്ന കോസറ്റീവ് ഏജന്റ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. കേട്ടോ? അതുണ്ടാക്കുന്ന വേമിന്റെ പേരാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. രണ്ടാമത്തത് മന്ത് രോഗമുണ്ടല്ലോ, ആനന്റെ കാല് പോലെ തടിച്ചിരിക്കും. അത് ക്യൂലസ് മൊസ്കിറ്റോ പരത്തുന്ന അസുഖമാണല്ലോ. ആ ഫൈലേറിയൽ വേംസിന് ഫൈലേറിയാസിസ്. കോമൺലി നമ്മൾ ഫൈലേറിയാസിസിന് ആനന്റെ കാല് പോലെ തടിച്ചത് കൊണ്ട് എലിഫന്റിയാസിസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ഫൈലേറിയാസിസിന്റെ 2 വേംസിന്റെ പേര് പഠിച്ചിട്ടുണ്ടോ? വുഷറേറിയ ബാങ്ക്രോഫ്റ്റി, വുഷറേറിയ ബാങ്ക്രോഫ്റ്റി, വുഷറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുഷറേറിയ മലായി. നോട്ട് മലയാളി, ബാങ്കിലെ മലയാളി അല്ലേ, മലായിയാണ്. എന്തായി? നോട്ട് ശവനായി, സോറി, നോട്ട് പവനായി, ഇറ്റ്സ് മലായി. ഓക്കെ, അപ്പൊ ഫൈലേറിയാസിസ്, എലിഫന്റിയാസിസ് മന്ത് രോഗമാണ്. അത് ഉണ്ടാക്കുന്ന ഫൈലേറിയൽ വേംസ് ഏതാ? ക്യൂലസ് മൊസ്കിറ്റോ അതിനെ കൊണ്ടുകൊടുക്കാറുണ്ട്. വെക്ടർ അവിടെ ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണ്. വുഷറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുഷറേറിയ മലായി. അതേപോലെ കൊതുക് പരത്തുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ് ഫീവർ. ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ, സോറി ഗൈസ്, മലേറിയയാണ് ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ. കേട്ടോ? ഇല്ല, ഞാൻ പറഞ്ഞതൊക്കെ മായ്ച്ചു കളഞ്ഞേ. ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ പരത്തുന്നത് മലേറിയയാണ്. ടൈഫോയിഡ് ഫീവറും അമീബിയാസിസ് ഒക്കെ ഈച്ച പരത്തുന്ന അസുഖമാണ്. ഹൗസ് ഫ്ലൈ, മെക്കാനിക്കൽ കാരിയേഴ്സ് ആണ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഈച്ച പരത്തുന്ന അസുഖം ഉണ്ടാക്കുന്ന അസുഖമാണ് ടൈഫോയിഡ്, അമീബിയാസിസ്. കൊതുക് പരത്തുന്നത് മലേറിയ ഉണ്ട്, ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ. അതേപോലെ ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണ് ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിലുള്ള വേംസ് ഏതാ? വുഷറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുഷറേറിയ മലായി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാറേ എന്തുകൊണ്ടാണ് മെയിൽ മൊസ്കിറ്റോസ് ഇല്ലേ? മെയിൽ മൊസ്കിറ്റോസ് പ്ലാന്റ് ജ്യൂസസിലാണ് ഫീഡ് ചെയ്യുക. ബ്ലഡിൽ ഫീഡ് ചെയ്യുന്നത് ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ്, അതുകൊണ്ടാണ്. കേട്ടോ? അപ്പൊ ഇത്രയും 9 ഇൻഫെക്ഷ്യസ് ഡിസോർഡറിന്റെ പേരും അതിന്റെ കോസറ്റീവ് ഏജന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നുകൂടി നോക്കിക്കേ. കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് ചോദിച്ചാൽ റൈനോ വൈറസ്. ഇത് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം. കേട്ടോ? എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസ് HIV. ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ സാൽമണല്ല ടൈഫി. ന്യൂമോണിയ ഉണ്ടാക്കുന്ന 2 ബാക്ടീരിയാസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്. റിംഗ്വേം ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന 3 ഫംഗസ് മെറ്റ്, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ, ട്രൈക്കോഫൈറ്റോൺ. മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ പ്ലാസ്മോഡിയം. അമീബിയാസിസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അസ്കാരിയാസിസ് ഉണ്ടാക്കുന്ന ഹെൽമിന്ത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്ന ഹെൽമിന്ത്
വുഷറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുഷറേറിയ മലായി. എന്തായി? മലായി. മനസ്സിലായോ? മലായി. മലായി മനസ്സിലായോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു MCQ നമ്മളെ നീറ്റ് 2022 നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ഗൈസ്, പിന്നെ ഈ ചാപ്റ്ററില് ഏറ്റവും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ നമ്മുടെ ഏത് മെയിൻ ആയിട്ട് ഇമ്മ്യൂണിറ്റി. ശരിയല്ലേ? നോട്ട് കമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി. ഇയാള് ചളി അടിക്കുക അല്ലേ? ഈ നല്ലൊരു ക്രിസ്മസ് ദിനത്തിൽ ഇയാള് ചളി അടിക്കുക. ആരുവാ ഇയാൾ? ആരുവാ? ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പോയിന്റ്സ് നമുക്ക് അറിയണം കേട്ടോ. ഇമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് അല്ലെ? എന്താണ് ഇമ്മ്യൂണിറ്റി? പ്രതിരോധ ശേഷി അല്ലേ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെ? It is the resistance offered by the organism against the damage caused by microorganism. It is the resistance offered by the host against the damage caused by microorganism or microbial product. എന്ത് വന്നാലും ഒരു പുറത്തുനിന്ന് ഒരു ആന്റിജൻ വന്ന് നമ്മളെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കുന്നു കേട്ടിട്ടില്ലേ? അതായത് എതിർക്കുക. ആ എതിർപ്പിനെ വിളിക്കുന്ന പേരല്ലേ ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഞാൻ ചുരുക്കി പറയാണ്. ചുരുക്കുക മീൻസ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് ട്ടോ. അപ്പൊ ഇമ്മ്യൂണിറ്റി 2 ടൈപ്സ് ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയിലാണ് നമുക്ക് ഏത് ഇമ്മ്യൂണിറ്റി വരുന്നത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതേപോലെ പാസ്ഡ്. NCERT ഫുള്ള് മിക്സ് ചെയ്ത് കൊടുത്തതാ, അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, ആക്റ്റീവും പാസീവും. ആക്റ്റീവ് വീണ്ടും 2 ടൈപ്സ് ഉണ്ട്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. പാസീവ് വീണ്ടും 2 ടൈപ്സ് ഉണ്ട്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. ഇതാണ് ഇമ്മ്യൂണിറ്റിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. എന്താ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? ഇൻബോൺ ഇമ്മ്യൂണിറ്റി, അറ്റ് ബർത്ത് ഇമ്മ്യൂണിറ്റി. ജന്മനാ ഫോം ചെയ്ത ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇൻബോൺ ഇമ്മ്യൂണിറ്റി, അറ്റ് ബർത്ത് ഇമ്മ്യൂണിറ്റി, അത് ശരീരത്തിൽ മൊത്തം ബാരിയേഴ്സ് ആയിട്ട് ആക്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മൊത്തം ചിതറിക്കെടുക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ഇമ്പോർട്ടന്റ് MCQ പോയിന്റ് ഉണ്ട്, ഇത് നോൺ സ്പെസിഫിക് ആണ്. ഇറ്റ് മെയിൻലി ആക്ട്സ് ത്രൂ ബാരിയേഴ്സ്. ഏതൊക്കെ ബാരിയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക? 4 ബാരിയേഴ്സ് ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റും. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, മൂന്നാമത്തത് സെല്ലുലാർ ബാരിയർ, നാലാമത്തത് സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഈ ഫിസിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ആണ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും. സ്കിൻ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? എല്ലാ ഓർഗൻസിനും കവർ ചെയ്തിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, പ്രൊട്ടക്ഷനാ. നിങ്ങളോട് ചോദിച്ചിട്ടാ? അത് ജന്മനാ അങ്ങനെ ഫോം ചെയ്ത സാധനമല്ലേ? നിങ്ങൾക്ക് ആരും ഒട്ടിച്ചു തന്നതാണോ? അല്ലേ, ഒട്ടിച്ചു വെച്ചതൊന്നുമല്ല. അപ്പൊ ഫിസിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ് സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും. ജന്മനാ ഫോം ചെയ്ത ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഫിസിയോളജിക്കൽ ബാരിയറോ? സലൈവ, അതുപോലെ ടിയേഴ്സ്, അതുപോലെ സലൈവ ടിയേഴ്സ് അല്ലെ? സലൈവ ടിയേഴ്സിലൊക്കെ ലൈസോസൈം എൻസൈം ഉണ്ട്, ആന്റി ബാക്ടീരിയൽ ആക്ഷൻ. ആന്റി ബാക്ടീരിയനെ കൊല്ലാൻ. അപ്പൊ അത് ഇമ്മ്യൂണിറ്റി ആണ്. നിങ്ങൾ ഒഴിച്ചു വെച്ചതാ സലൈവ ടിയേഴ്സ് ഒക്കെ? നിങ്ങൾ ഒഴിച്ചു വെച്ചത് അത് ഗ്ലാൻഡിന്റെ ഓട്ടോമാറ്റിക് സെക്രീഷൻ അല്ലേ? അപ്പൊ സലൈവ ടിയേഴ്സ് ഒക്കെ ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ അമ്മയുടെ മുലപ്പാലിലുള്ള അല്ലെ, HCl സെക്രീഷൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് സെല്ലുലാർ ബാരിയേഴ്സ്. നോർമൽ സെൽസ് ഇല്ലേ? മോണോസൈറ്റ്, ന്യൂട്രോഫിൽ ഒക്കെ ഫാഗോസൈറ്റോസിസ് അല്ലേ ഫംഗ്ഷൻ? ഒരു ഓർഗാനിസം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ വിഴുങ്ങും. ന്യൂട്രോഫിൽസ് ഒക്കെ ഫാഗോസൈറ്റോസിസ് അല്ലേ ഫംഗ്ഷൻ? അതുപോലെ നാച്ചുറൽ കില്ലർ സെൽ, അവരെ പൊടിക്കാനും വേണ്ടി കൊല്ലാനും വേണ്ടി വിഴുങ്ങുന്നതാണ് അല്ലേ? അതിന്റെ പരിപാടി നടന്നിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും, അത്രേ ഉള്ളൂ. സൈറ്റോകൈൻ ബാരിയർ, ആൽഫ ഇന്റർഫെറോൺ. സൈറ്റോകൈൻ ബാരിയർ, ആൽഫ ഇന്റർഫെറോൺ എക്സാമ്പിൾ പഠിച്ച് ഓർമ്മയുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു വൈറസ്, അതായത് ആരാണ് ആൽഫ ഇന്റർഫെറോൺ സെക്രീറ്റ് ചെയ്യുക? വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് അല്ലേ? ഒരു വൈറസ് ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ അകത്തേക്ക് കയറും. ആ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ആൽഫ ഇന്റർഫെറോൺ. മറ്റ് സെൽസിലേക്കൊക്കെ മെസ്സേജ് കൊടുക്കുകയാണ്. മറ്റ് സെൽസിലേക്ക് ഒരു പ്രോട്ടീന്റെ സെക്രീഷൻ കൊടുത്തു അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ടാ പ്രൊട്ടക്ഷൻ? അല്ല. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ആൽഫ ഇന്റർഫെറോൺ. അപ്പൊ അത് ഇമ്മ്യൂണിറ്റിന്റെ ഭാഗമല്ലേ? സൈറ്റോകൈൻ ബാരിയർ ആണ്. ഓക്കെ, അപ്പൊ ജന്മനാ ഫോം ചെയ്ത ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അത് മൊത്തം ചിതറിക്കെടുക്കുകയാണ്, അതുകൊണ്ട് നോൺ സ്പെസിഫിക് ആണ്. അത് ബാരിയേഴ്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ, സൈറ്റോകൈൻ. അതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയോ ലൈഫിൽ ആർജിച്ചെടുത്ത ഇമ്മ്യൂണിറ്റിക്കാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. അതാണ് അല്ലെ? ഇറ്റ് ഈസ് അക്വയർഡ് ഡ്യൂറിംഗ് ലൈഫ്. ലൈഫിൽ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. അത് 2 ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ഇത് സ്പെസിഫിക് ആണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ നോക്കിക്കേ, ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു തരാൻ പറ്റുമോ?
ഒന്ന് വളരെ ആക്റ്റീവ് ആണ്, മറ്റേത് വളരെ പാസീവ് ആണ്. അതൊക്കെ എനിക്കറിയാം, അതല്ല ഞാൻ ചോദിച്ചത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്നോടൊന്ന് ഡിസ്കസ് ചെയ്ത് തരാൻ പറ്റും? ഞാൻ പറയട്ടെ അതെന്താന്ന് വ്യത്യാസം. ആന്റിബോഡി വെച്ചിട്ടാ പറയാ. അതായത് പുറത്തുനിന്ന് വരുന്ന വൈറസും ബാക്ടീരിയ ഫംഗസ് ഒക്കെ ആന്റിജൻ ആക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ശരീരം ആന്റിബോഡി സെക്രേറ്റ് എന്ന് കേട്ടിട്ടില്ല, അതിനെ എതിർക്കാൻ. അപ്പൊ എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? നമ്മളെ ബോഡിയാണ് ആന്റിബോഡി ഉണ്ടാക്കുന്നതെങ്കിൽ അത് ആക്റ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മളെ ബോഡിക്ക് ആന്റിബോഡി ഉണ്ടാക്കാൻ എനർജി വേണമെന്ന് വിചാരിക്കുക. അപ്പൊ എനർജി റിക്വയർഡ് പ്രോസസ് ആക്റ്റീവ് അല്ലേ? മനസ്സിലായോ? പുറത്തുനിന്ന് ആന്റിബോഡി എടുത്താൽ അത് പാസീവ് ആണ്. ഓക്കെ, എങ്ങനെയാ? നമ്മുടെ ബോഡിയാണ് ആന്റിബോഡി ഉണ്ടാക്കുന്നതെങ്കിൽ അത് ആക്റ്റീവ് ആണ്. ആന്റിബോഡി പുറത്തുനിന്ന് എടുത്താൽ പാസീവ് ആണ്. ഇതിന് എക്സാമ്പിൾസ് ആണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ്, എല്ലാവരും തെറ്റിക്കാറ്. ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. നാച്ചുറൽ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഒരു ടൈപ്പാണ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി മറ്റൊരു ടൈപ്പാണ്. നാച്ചുറൽ പാസീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ പാസീവ് അക്വയർഡ്, അങ്ങനെ 4 ടൈപ്സിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. പേര് പഠിച്ചല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എന്താ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? ആന്റിബോഡി നമ്മളെ ബോഡി ഉണ്ടാക്കുക. നാച്ചുറലായിട്ട് എപ്പോഴാണ് നമ്മളെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കുക? നമ്മളെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കുക ആക്റ്റീവ് അല്ലേ? നാച്ചുറലായിട്ട് എപ്പോഴാണ് നമ്മളെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കുക? അതിന് എക്സാമ്പിൾ ആണ് ഡ്യൂറിങ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻസ്. ഏതൊരു ഇൻഫെക്ഷന്റെ സമയത്തും നിങ്ങളോട് ചോദിക്കാതെ ആന്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ബോഡി ആന്റിബോഡി, അതാണ് നാച്ചുറൽ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഡ്യൂറിങ് ഇൻഫെക്ഷൻ. ഇനി ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ചതല്ലേ? ഉണ്ടാക്കി വെച്ചത് എടുക്കുന്നത് പാസീവ് അല്ലേ? പക്ഷെ ഇവിടെ എന്താണ് അർത്ഥം? ആർട്ടിഫിഷ്യൽ ആക്റ്റീവിന് അർത്ഥം എന്താ? ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളെ ബോഡിയെ കൊണ്ട് ആന്റിബോഡി ഉണ്ടാക്കി എടുപ്പിക്കുന്നല്ലേ? അത് എക്സെപ്ഷൻ ആണ്. അതാണ് വാക്സിനേഷൻ. തെറ്റിക്കരുത്. വാക്സിനേഷൻ ആക്റ്റീവ് ആണോ പാസീവ് ആണോ? ക്വസ്റ്റ്യൻ, വാക്സിനേഷൻ ആക്റ്റീവ് ആണോ പാസീവ് ആണോ? ആക്റ്റീവ് ആണ്. എന്താ കാരണം? വാക്സിനേഷന്റെ സിറിഞ്ചിന്റെ ഉള്ളിലെ കിൽഡ് ആന്റിജൻ എടുക്കുക, അറ്റിനുവേറ്റഡ് ആന്റിജൻ, വീക്കൻഡ് പാത്തോജൻ. വിരുലൻസി കുറച്ച ആന്റിജൻ ആണ്, അല്ലെങ്കിൽ ചത്ത ഫോമുള്ള ആന്റിജൻ ആണോ വാക്സിൻ സിറിഞ്ചിൽ എടുക്കുക? പ്രതിരോധ ശേഷി കുത്തിവെപ്പല്ലേ, അസുഖം വരാതിരിക്കാനല്ലേ? ആ ചത്ത ഫോമുള്ള ആന്റിജൻ ആന്റിബോഡി അല്ല. പുറത്തുനിന്ന് ആന്റിബോഡി കുത്തി അത് പാസീവ് ആയി പോകും. അപ്പൊ വാക്സിനേഷൻ സിറിഞ്ചിലെ കിൽഡ് ആന്റിജനാ. ആ ചത്ത ഫോമിലുള്ള ആന്റിജൻ നിങ്ങളെ ബോഡിയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കൂലേ? ചത്തതാണെങ്കിലും ചാവാത്തതാണെങ്കിലും നമ്മുടെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കും. ആരുടെ ശരീരം? എന്റെ ശരീരം, നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുന്നത് ആക്റ്റീവ് അല്ലേ? അപ്പൊ ഉണ്ടാക്കി എടുപ്പിച്ചതാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ് വാക്സിനേഷൻ. തെറ്റിക്കരുത്, വാക്സിനേഷൻ ആക്റ്റീവ് ആണ് ഗൈസ്. ഇനിയോ നാച്ചുറൽ പാസീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ഏതാ? പാസീവ് എന്ന് വെച്ചാൽ ആന്റിബോഡി പുറത്തുനിന്ന് എടുക്കുന്നതല്ലേ പാസീവ്. നാച്ചുറൽ ആയിട്ട് പുറത്തുനിന്ന് ആരാ ആന്റിബോഡി തരാം? നാച്ചുറൽ ആയിട്ട് നിങ്ങൾ ചോദിക്കാതെ ആരാ പുറത്തുനിന്ന് ആന്റിബോഡി തരല്ലേ? ആന്റിബോഡി ഒബ്റ്റൈൻഡ് ഫ്രം മദർ ഇല്ലേ, ഫീറ്റസിലൂടെ IgG ആന്റിബോഡി ഉണ്ട്. അതേപോലെ അമ്മയുടെ കൊളോസ്ട്രത്തിൽ സെക്രട്ടറി ആന്റിബോഡി IgA ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചോദിക്കാതെ കിട്ടുന്ന ആന്റിബോഡിയാണ്. എന്താ ആർട്ടിഫിഷ്യൽ പാസീവ്? അതായത് പാസീവ് ഇമ്മ്യൂണിറ്റി വെച്ചാൽ ആന്റിബോഡി പുറത്തുനിന്ന് എടുക്കുക. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ച ആന്റിബോഡി പുറത്തുനിന്ന് എടുക്കല്ലേ? ഒരു സ്നേക്ക് ബൈറ്റ്, സ്നേക്ക് കടിച്ച അതിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കി വെച്ച ഡയറക്റ്റ് റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആണ് ആർട്ടിഫിഷ്യൽ പാസീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ. ആന്റിവെനം ഒക്കെ, ആന്റിവെനം, ആന്റി ടെറ്റനസ് സീറം, ആന്റി ഡിഫ്തീരിക് സീറം, അങ്ങനെ. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഇമ്മ്യൂണിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, ഇതാണ് ഇമ്മ്യൂണിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ജന്മനാ ഫോം ചെയ്ത ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അത് നോൺ സ്പെസിഫിക് ആണ്. അത് ഒരുപാട് ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഏതൊക്കെ ബാരിയേഴ്സാ? ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഫിസിക്കൽ ബാരിയറിന് എക്സാമ്പിൾ സലൈവ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. ഫിസിയോളജിക്കൽ ബാരിയർ സലൈവ, ടിയേഴ്സ്, കൊളോസ്ട്രം എക്സെട്ര. സെല്ലുലാർ ബാരിയേഴ്സ് അല്ലെ, നോർമൽ സെൽസ് ഒക്കെ അധികം ഫാഗോസൈറ്റോസിസ് ഫംഗ്ഷൻ ഉണ്ട്, അതൊക്കെ. സൈറ്റോകൈൻ ബാരിയേഴ്സ് ആൽഫ ഇന്റർഫെറോൺ. അതുപോലെ വിച്ച് ഇമ്മ്യൂണിറ്റി ഈസ് അക്വയർഡ് ഡ്യൂറിംഗ് ലൈഫ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അത് സ്പെസിഫിക് ആണ്. അത് 2 ടൈപ്സ് ഉണ്ട്, ആക്റ്റീവും പാസീവും. ആക്റ്റീവ് 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ആർട്ടിഫിഷ്യൽ. പാസീവ് 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ആർട്ടിഫിഷ്യൽ. ഇവിടെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. നമ്മുടെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കുന്നത് ആക്റ്റീവ്, ആന്റിബോഡി പുറത്തുനിന്ന് എടുത്താൽ പാസീവ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് വാക്സിനേഷൻ. വാക്സിനേഷൻ ആക്റ്റീവ് ആണോ പാസീവ് ആണോ? ആക്റ്റീവ് ആണ്. കാരണം ആന്റിബോഡി നമ്മളെ ബോഡി ആ കേസിൽ ഉണ്ടാക്കുക. പുറത്തുനിന്ന് ആന്റിജനാ പുറത്തുനിന്ന് എടുക്കുന്നത്, ആന്റിബോഡി അല്ല, കിൽഡ് ആന്റിജനാ. ഓക്കെ, പ്രതിരോധശേഷി കുത്തിവെപ്പ് പഠിച്ചതാണ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. അപ്പൊ നമ്മൾ 2 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ഒന്ന് ഇൻഫെക്ഷൻസ്, പാത്തജൻസിന്റെ പേര് പഠിച്ചു. പിന്നെ ഇമ്മ്യൂണിറ്റിന്റെ ക്ലാസിഫിക്കേഷൻസും പഠിച്ചു. ശരിയല്ലേ? അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതില് ആന്റിബോഡീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ആന്റിബോഡീസിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ. ആന്റിബോഡിന്റെ കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.
അപ്പൊ ആന്റിബോഡീസിന്റെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ നോക്കിക്കോളൂ ഏതൊക്കെയാണെന്ന് കേട്ടോ. അപ്പൊ ആന്റിബോഡീസിന്റെ പോയിന്റ്സ് നോക്കിക്കോ. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ആന്റിബോഡീസിനെ കുറിച്ച് പറയാണ്. ആന്റിബോഡി ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻ ആണല്ലേ, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് വിളിക്കാറുണ്ട്. ആന്റിബോഡി ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ്, ശരിയാണ്. ആന്റിബോഡി ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഒക്കെ വിളിക്കാറുണ്ടല്ലേ, IG ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നല്ലേ വിളിക്കുക. അങ്ങനെയുള്ള ആന്റിബോഡിന്റെ സ്ട്രക്ചർ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു വൈ ഷേപ്പ് മോളിക്യൂൾ അല്ല ആന്റിബോഡി ഉണ്ടാവുക. സിമ്പിൾ ആയിട്ട് പറയാണേ, ഒരു വൈ ഷേപ്പ് മോളിക്യൂൾ ആണ് നമ്മൾ ആർക്ക് ഉണ്ടാവുക, ആന്റിബോഡിന്റെ സ്ട്രക്ചറിന് ഉണ്ടാവുക അല്ലെ. അതായത് 2 ലൈറ്റ് ചെയിനും ഉണ്ട്, 2 വലിയ ചെയിനായ ഹെവി ചെയിനും ഉണ്ട്. അതുകൊണ്ട് ആന്റിബോഡിന്റെ സ്ട്രക്ചറൽ ഫോർമുല ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, H2L2. It consists of 2 heavy chains and 2 light chains which is linked by bridges called. ഈ 2 ചെയിനെ ലിങ്ക് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ്, വെരി വെരി ഇമ്പോർട്ടന്റ് MCQ, ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ഓക്കെ, അപ്പൊ ഒരു ആന്റിബോഡിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ഉണ്ട്. ആ 2 ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഉള്ളത് കൊണ്ട് ആന്റിബോഡിന്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ H2L2 എന്ന് വിളിക്കാറുണ്ട്. ആ 2 ചെയിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ബോണ്ടിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഡൈസൾഫൈഡ് ബോണ്ട് അല്ലെ. ഇവിടെ വന്നിട്ടാണ് ആന്റിജൻ ബൈൻഡ് ചെയ്യുക. ഇതാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ഈ ഭാഗം മുറിഞ്ഞു പോവാറുണ്ട്, അതുകൊണ്ട് ഇത് വാരിയബിൾ റീജിയൻ ആണ്. ഇത് കോൺസ്റ്റന്റ് ആയതൊക്കെ അതുകൊണ്ട് കോൺസ്റ്റന്റ് റീജിയൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, ഈ 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് MCQs ആണ്, മറക്കണ്ട. അങ്ങനെയുള്ള 5 ആന്റിബോഡീസ് നമുക്ക് ശരിക്കും പറയാൻ പറ്റും ഗെയിംഡ് എന്ന് വിളിക്കാം. ഷോർട്ട് ഫോം ആണ്, ആന്റിബോഡീസിന്റെ ഷോർട്ട് ഫോം ആണ് ഗെയിംഡ്. ഡി നമുക്ക് ഡി പഠിക്കാനില്ല അല്ലെ, ഗെയിമേ പഠിക്കാനുള്ളൂ. അതായത് ഒന്നാമത്തെ ആന്റിബോഡി IgG, രണ്ടാമത്തത് IgA, മൂന്നാമത്തത് IgM, നാലാമത്തത് IgE, അഞ്ചാമത്തത് IgD. ഓക്കെ, IgG നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആന്റിബോഡി IgG ആണ്. വിച്ച് ആന്റിബോഡി ഓൺലി ക്രോസസ് ദ പ്ലാസന്റ. വെരി വെരി ഇമ്പോർട്ടന്റ് MCQ. പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ഒരു ഒറ്റ ആന്റിബോഡിയേ ഉള്ളൂ, അത് IgG ആണ്, which is responsible for erythroblastosis fetalis. ഇനി IgA യോ, ഇറ്റ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് ഓൾസോ സെക്രീറ്ററി ആന്റിബോഡി. IgA നെയാണ് നമ്മള് സെക്രീറ്ററി ആന്റിബോഡി എന്ന് വിളിക്കുക. ഏതൊക്കെയാ സെക്രീഷൻ? അതായത് നമ്മുടെ സലൈവയിലും ടിയേഴ്സിലൊക്കെ ഉള്ള ആന്റിബോഡി ഏതാ, കൊളോസ്ട്രത്തിലൊക്കെ ഉള്ള അമ്മയുടെ കൊളോസ്ട്രം. വെരി വെരി ഇമ്പോർട്ടന്റ് MCQ. സെക്രീഷനിലൊക്കെ ഉള്ള ആന്റിബോഡി IgA ആണ്. ഇതൊക്കെ സെക്രീഷൻ അല്ലേ. സലൈവ, ടിയേഴ്സ്, കൊളോസ്ട്രത്തിലൊക്കെ ഉള്ള ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്കിലെ കൊളോസ്ട്രം, അതിലൊക്കെ ഉള്ള ആന്റിബോഡി IgA ആണ്, സെക്രീറ്ററി ആന്റിബോഡി. IgM ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആന്റിബോഡി. IgG മോസ്റ്റ് അബണ്ടന്റ്, ഏറ്റവും കൂടുതലുള്ളത്. സൈസ് വലുത് IgM ആണ്. നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ അല്ലേ, ആന്റി എ ആന്റി ബി ഒക്കെ ബ്ലഡ് ഗ്രൂപ്പിൽ പഠിച്ചില്ല, IgM ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. IgE ആന്റിബോഡി മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത് അലർജി കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ GY ആണ് അലർജിക്ക്, പക്ഷെ ഇങ്ങനെ പഠിക്കുക അലർജീന്ന്. അപ്പൊ അലർജി എന്ന് പറയുമ്പോൾ ഏത് ആന്റിബോഡിയാ, E ആണ്, അത് ട്രിക്കാണ്. പിന്നെ IgD ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനില്ല, വിച്ച് സ്റ്റിമുലേറ്റ് അഗൈൻ ബി ലിംഫോസൈറ്റ് സെക്രീറ്റ് ആന്റിബോഡി എന്ന് പറയാം. ബി ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡി ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ അടുത്ത സെഷനിൽ ഞാൻ പറയും ബി ലിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റ് കുറിച്ച് അടുത്ത സെഷനിൽ ഞാൻ പറയും. അപ്പൊ ഈ 5 ആന്റിബോഡീസ് ഉണ്ട്. ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി IgG. വിച്ച് ആന്റിബോഡി ക്രോസസ് ദ പ്ലാസന്റ? IgG. സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് IgA. സെക്രീറ്ററി ആന്റിബോഡി പ്രസന്റ് ഇൻ സലൈവ, ടിയേഴ്സ് ആൻഡ് കൊളോസ്ട്രം IgA. ലാർജസ്റ്റ് ആൻഡ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആന്റിബോഡി IgM. അലർജിക് മീഡിയേറ്റർ ആന്റിബോഡി IgE. IgE. ഇതൊക്കെ MCQ പോയിന്റ്സ് ആണ്, ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ് ആന്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലെ. അത് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല H2L2 ആണ്. ആ 2 ചെയിൻസിനെ ലിങ്ക് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ഓക്കെ, ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഓർ ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത സെഷനിൽ മക്കളെ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് പറയും, എയ്ഡ്സിന്റെ ഇമ്പോർട്ടന്റ് MCQ പോയിന്റ്സ് പറയും, ക്യാൻസർ പറയും, ഡ്രഗ്സ് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചു. ഇനി നമുക്ക് കുറച്ച് MCQ സെഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ റിലേറ്റഡ് നമുക്ക് MCQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പം ഈ ചാപ്റ്ററിന്റെ MCQസിലേക്ക് നമുക്ക് പോയി നോക്കാം. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഗൈസ്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, യെസ്. ഓക്കെ, നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. യെസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു ഗൈസ്. ഞാൻ എടുത്തിട്ടില്ല, അടുത്ത സെഷൻ ഞാൻ എടുക്കുന്നു. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഈസ് മീഡിയേറ്റഡ് ബൈ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഈസ് മീഡിയേറ്റഡ് ബൈ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യട്ടെ. ബി ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡിനെ സെക്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് ബി ലിംഫോസൈറ്റിനെ നമ്മൾ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഫ്ലൂയിഡ്സിലും ആന്റിബോഡീസ് ഉണ്ടല്ലോ, സെക്രീഷൻ ഞാൻ നേരത്തെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഹ്യൂമറൽ ഫ്ലൂയിഡ് ഹ്യൂമർ എന്ന് വിളിക്കുക, ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഏത് സെല്ലാണ് ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി? ബി സെൽ അല്ലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന നോക്കിക്കേ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പ്രീവിയസ് നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ 2 തവണ ചോദിച്ചിട്ടുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ്. ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഈസ്, വെറുതെ സെല്ല് അടികൂടിയിട്ട് വെറുതെ ഉണ്ടാവുന്ന അസുഖം, കാരണമൊന്നുമില്ല. ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഈസ്, ഇതിൽ ഏതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? കമന്റ് ചെയ്തേ. ബി ലിംഫോസൈറ്റ് ഇൻഡ്യൂസ്ഡ് ആണോ, ഹീമോഫീലിയ ആണോ, മയസ്തീനിയ ഗ്രാവിസ് ആണോ? ഏതാ? ഏതാ മക്കളെ റൈറ്റ് ആൻസർ പറയാൻ പറ്റും? യെസ്, യെസ് ഗൈസ്, റൈറ്റ് ആൻസർ ദാറ്റ് ഈസ് മയാസ്തീനിയ ഗ്രാവിസ് ആണ് കേട്ടോ. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓക്കെ, മയാസ്തീനിയ ഗ്രാവിസ്, ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് എക്സാമ്പിൾ ആണ്. വിറ്റിലിഗോ, വെള്ളപ്പാണ്ട്. നെക്സ്റ്റ്, a common cause of pneumonia in human is. A common cause of pneumonia in human is. ന്യൂമോണിയന്റെ കോമൺ കോസ് നമ്മൾ ഇപ്പൊ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, പെട്ടെന്ന് ആൻസർ ചെയ്തോ. വടി ഞാൻ എടുക്കുക. കോമൺ കോസ് ഓഫ് ന്യൂമോണിയ ഇൻ ഹ്യൂമൻ ഈസ്. ന്യൂമോണിയ നമ്മൾ പഠിച്ചു, അതൊരു ബാക്ടീരിയൽ ഡിസോർഡർ ആണ്. അത് 2 ബാക്ടീരിയാസ് അതിന്റെ കോസറ്റീവ് ഏജന്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. പഠിച്ചതല്ലേ? യെസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും? സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് അല്ല, ന്യൂമോണിയ ആണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ഉണ്ട്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, നെക്സ്റ്റ്, നമ്മൾ ഡ്രഗ് റിലേറ്റഡ് ആണ് നമ്മൾ പഠിച്ചത്. യെസ്, നമ്മൾ പഠിച്ചതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ദി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ? അതായത് വാക്സിനേഷൻ ഏത് ടൈപ്പാണ് ഞാൻ പഠിപ്പിച്ചേ? നോക്കിക്കോളൂ. വാക്സിനേഷന്റെ കേസിൽ ആന്റിബോഡി നമ്മളെ ബോഡി അല്ലേ ഉണ്ടാക്കുക. നമ്മളെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കുന്നത് ആക്റ്റീവ് എന്നല്ലേ പഠിപ്പിച്ചത്. അപ്പൊ പാസീവ് ഉള്ള ഓപ്ഷൻസ് കളാ. നാച്ചുറലി അക്വയർഡ് ആണോ ആർട്ടിഫിഷ്യലി അക്വയർഡ് ആണോ? ഉണ്ടാക്കി എടുപ്പിക്കുന്നതല്ലേ. അപ്പൊ ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെ, പുറത്തുനിന്ന് ആന്റിജൻ കൊടുത്തിട്ട് ശരീരത്തിൽ കൊണ്ട് ഉണ്ടാക്കി എടുപ്പിക്കുന്നതാ. ഇൻഫെക്ഷന്റെ സമയത്താണ് നാച്ചുറലി വരിക. സോ ഓപ്ഷൻ യെസ് ഗൈസ്, ദാറ്റ് ഈസ് 3 ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഇമ്പോർട്ടന്റ് MCQ. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ്. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ദാറ്റ് അലേർട്ട് നൈബറിംഗ് സെൽസ് ടു പ്രിപ്പയർ എ ഡിഫൻസ് ആർ കോൾഡ്. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന സാധനം ഏതാ? ആന്റിബോഡീസ്, ഇന്റർഫെറോൺ, സൈറ്റോകൈൻസ്, ആന്റിജൻസ്. സൈറ്റോകൈൻ ബാരിയർ ആണ്, പക്ഷെ ആ പ്രോട്ടീന്റെ പേരെന്താ? യെസ്, സൈറ്റോകൈൻ ബാരിയർ കോൾഡ് ആൽഫ ഇന്റർഫെറോൺ. പഠിപ്പിച്ചതല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഇതൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ പഠിപ്പിക്കട്ടോ, ഡ്രഗ്സ് ഒക്കെ. ഓക്കെ, യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഡെഫിനിഷൻ. വാട്ട് ഡസ് ഹെൽത്ത് മീൻ? വാട്ട് ഡസ് ഹെൽത്ത് മീൻ?
എന്താണ് ഹെൽത്ത് ഞാൻ പഠിപ്പിച്ചല്ലേ? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നല്ലേ പഠിച്ച? സോ ഓപ്ഷൻ 4 is the right answer. Yes. Okay. നോക്കിക്കോ, among non-infectious disease what is the major cause of death? non-infectious disorderൽ ഏതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിച്ച സമയത്ത്. ക്യാൻസർ is the right answer. non-infectious ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ. ഈ സിംറ്റംസ് കാര്യമൊക്കെ നമ്മൾ മുമ്പത്തെ യൂട്യൂബ് ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എയ്ഡ്സ് ആണ് നമ്മൾ അടുത്ത ക്ലാസ് പറയാം അതിനെ കുറിച്ചിട്ട് കേട്ടോ, ക്യാൻസറിനെ കുറിച്ചിട്ട്. ഓക്കെ. ഡ്രഗ്സ് നമ്മൾ അടുത്ത ക്ലാസ് പറയും. യെസ്, ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻസ് ആർ അബണ്ടന്റ്ലി ഫൗണ്ട് ഇൻ ഫീറ്റസ്? മോസ്റ്റ് അബണ്ടന്റ് ഏതാ? ഫീറ്റസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഏതാ? പ്ലാസന്റെ ക്രോസ് ചെയ്ത് വരുന്ന ഒരൊറ്റ ആന്റിബോഡി അല്ലേ പഠിപ്പിച്ച? ഏതാ? IgE, IgG, IgM, IgD ഏതാ മക്കളെ? യെസ്, ഗ്രേറ്റ് ആൻസർ. ദാറ്റ് ഈസ് യെസ്, ഇറ്റ് ഈസ് ഏതാ ഏതാ വരാ? പെട്ടെന്ന് പറയൂ. യെസ്, IgJ, IgJ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഇന്റർഫെറോൺസ്. നേരത്തെ ക്വസ്റ്റ്യൻ തിരിച്ചു വെച്ചതാ. ഇന്റർഫെറോൺസ് ആർ സെക്രീറ്റഡ് ബൈ. ഇന്റർഫെറോൺസ് ആർ സെക്രീറ്റഡ് ബൈ. ആരാണ് ഇന്റർഫെറോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്? ഇന്റർഫെറോൺസ് ആർ സെക്രീറ്റഡ് ബൈ ആരാ മക്കളെ? ഇന്റർഫെറോൺസിനെ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇന്റർഫെറോൺസ് ആർ സെക്രീറ്റഡ് ബൈ, യെസ്, ദാറ്റ് ഈസ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് അല്ലേ? അല്ലേ? ഓപ്ഷൻ 3 is the right answer. ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ അടുത്ത ക്ലാസ് പറയട്ടോ. ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് എടുക്കുമ്പോൾ പറയും ഇതൊക്കെ. ഓക്കെ, യെസ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്റെ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. സോറി. The class of antibodies involved in the allergic reaction is. Allergic mediator antibody ഏതാ? Allergic mediator antibody ഏതാ? ഞാൻ ട്രിക്ക് തന്ന് പഠിപ്പിച്ചല്ലേ? പ്ലീസ് കമന്റ് ഗൈസ്. Allergic mediator antibody. Yes, allergic mediator antibody. Allergic mediator antibody. Allergy. GY ആണ് സ്പെല്ലിംഗ്. എനിക്കറിയാം, എനിക്ക് അറിയായിട്ടൊന്നല്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ പഠിക്കാം. Allergy. So IgE. So option 3 is the right answer. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ശരിയല്ലേ? അപ്പൊ പാർട്ട് 2 നമുക്ക് ബാക്കി MCQs കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യം മറക്കണ്ട. അതായത് നമ്മുടെ ഈ കാര്യം, അതായത് നമുക്ക് നാളെ സൺഡേ ആണല്ലോ. നാളെ 2 മണിക്കാണ് ഈ എക്സാം നടക്കുന്നത് കേട്ടോ. December 26 അല്ലേ നാളെ? നാളെ 2 മണിക്ക് നമ്മൾ അൺഅക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അവിടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ആ ടെസ്റ്റിൽ പോയിട്ട് അപ്കമിങ് ഇതുണ്ടാവും. അപ്കമിങ്ങിൽ പോയി കഴിഞ്ഞാൽ 26th ഡേറ്റ് കാണാൻ നാളത്തെ ഇപ്പൊ തന്നെ എൻറോൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കോഡ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക, DRIF07. അവിടെ റെഫറൽ കോഡ് അടിച്ചു കൊടുക്കാനുള്ള ആപ്പ് യൂസ് ചെയ്യുമ്പോൾ സ്പേസ് ഉണ്ടാവും. അവിടെ നിങ്ങൾ DRIF07 എന്നുള്ള കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് എൻറോൾ ചെയ്തിടുക. നാളെ 2 മണിക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും. എക്സാം എഴുതാൻ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും. ഒരുപാട് സ്കോളർഷിപ്പ് റിവാർഡ്സും കാര്യങ്ങളും ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു സെഷൻ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സോ വൺസ് അഗെയിൻ മെറി ക്രിസ്മസ്. ഓക്കെ, നിങ്ങൾ ആഘോഷിച്ചിരിക്കുകയാണെന്ന് അറിയാം, പക്ഷെ ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. മെറി ക്രിസ്മസ് ഗൈസ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.